ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് തംബ്നെയിൽ കണ്ടതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള വി നെക്കും പിന്നെ പെറ്റൽ സ്ലീവും ഇതെങ്ങനെ തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആ ടോപ്പിന് വേണ്ടിയിട്ടുള്ള അളവ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ടോപ്പ് നമ്മൾ സ്മോൾ സൈസാണ് തയ്ക്കുന്നത്. അപ്പോൾ സ്മോൾ സൈസിൻ്റെ അളവുകളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ക്ലോത്തിന് വേണ്ട അളവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ടോപ്പിന് വേണ്ട ഫുൾ ലെന്ത് എന്ന് പറയുന്നത് 42 ഇഞ്ചാണ്. ടോട്ടൽ ലെങ്ത് 42 ഇഞ്ച്, ഷോൾഡർ 14, ചെസ്റ്റ് 30, വേസ്റ്റ് 27.5, ഹിപ്പ് 33, ആം ഹോൾ 13.5. അപ്പോൾ ഇത്രയും അളവുകളാണ് നമുക്ക് വേണ്ടത്. ഇത്രയും അളവുകൾ വെച്ചിട്ട് വേണം നമുക്കിനി ടോപ്പ് തയ്ക്കാൻ. അപ്പോൾ നമ്മളിത് തുണിയെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ രണ്ട് ബോക്സ് പ്ലേറ്റ് വരുന്ന രീതിയിലാണ് ടോപ്പ് തയ്ക്കുന്നത്. അപ്പോൾ അത് അങ്ങനത്തെ മോഡലായതുകൊണ്ട് ഫ്രണ്ട് സെപ്പറേറ്റ് ബാക്ക് സെപ്പറേറ്റ് ആണ് തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിന് മാത്രമാണ് ഇപ്പോൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. ക്ലോത്ത് നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ മെഷർമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബാക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് തുണി ഒന്ന് ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ നമുക്ക് വേണ്ടത് ടോട്ടൽ 14 ഇഞ്ചാണ്. അപ്പോൾ അതിനെ രണ്ടായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് 14ൻ്റെ 2 എടുക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 7. ടോട്ടൽ 14ആണ് വേണ്ടത്. അപ്പോൾ തുണി രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ പകുതി എടുക്കണം, 7 ഇഞ്ച്. അപ്പോൾ ആ 7 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. തുണിയുടെ നല്ല വശത്തല്ല നമ്മൾ മാർക്ക് ചെയ്യുന്നത്, മോശം വശത്താണ്. നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്യാം. ഷോൾഡറിൻ്റെ ഹാഫ് 7 ഇഞ്ച് നമ്മളിതിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 7 ഇഞ്ച് ഇവിടെ കിട്ടുന്നുണ്ട്. 7 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 7 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അടുത്ത് നമുക്ക് ആം ഹോൾ ലെന്ത് മാർക്ക് ചെയ്യണം. ആം ഹോൾ ലെന്ത് മാർക്ക് ചെയ്യുന്നത് നമ്മളിപ്പോൾ 6.5 എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ 30 ഇഞ്ച് സൈസ് ആയതുകൊണ്ട് 6.5 എനിക്ക് ആം ഹോളിന് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ വണ്ണം ഉള്ളവർ ഒരു 6.5, ഒരു 7, 7.5 എടുക്കാം. അപ്പോൾ 30-32 സൈസിനൊക്കെ 6.5 മതിയാവും. അപ്പോൾ ഞാൻ 6.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിലോട്ടൊരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കണേ. ഒരു 34 വരെ സൈസുള്ളവർക്ക് 6.5 ഇഞ്ച് ആം ഹോൾ കറക്റ്റായിരിക്കും. അതിന് കൂടുതൽ സൈസുള്ളവർ ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ചൊക്കെ കൂടുതലെടുക്കുക. അപ്പോൾ എനിക്കിവിടെ 6.5 ഞാൻ എപ്പോഴും എടുക്കുന്നത്, അതെനിക്ക് കറക്റ്റായിരിക്കും. അടുത്ത് നമുക്ക് ചെസ്റ്റാണ് മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റ് നമുക്ക് 30 കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ 4 മാർക്ക് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ട് പോർഷൻ രണ്ടായിട്ട് മടക്കുന്നു, ബാക്ക് പോർഷൻ രണ്ടായിട്ട് മടക്കുന്നു. അങ്ങനെ 4 പോർഷനായിട്ടാണ് മടക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ 30ൻ്റെ 4 മാർക്ക് ചെയ്ത് നമുക്ക് 7.5 ഇഞ്ച് കിട്ടും. ആ 7.5 ഇഞ്ച് ചെസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. ടോട്ടൽ 9.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് 7 ഇഞ്ച് വരുന്നത്. ബാക്കി 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി നമുക്കൊരു ലൈൻ വരയ്ക്കാം. ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. അടുത്ത് നമുക്ക് ആം ഹോൾ റൗണ്ട് മാർക്ക് ചെയ്യാം. അതിനായിട്ട് ഈ ലൈനിൻ്റെ എൻഡിൽ ഇവിടെയായിട്ട് ഒരു 1 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ചെറിയൊരു കർവ് വരച്ച് കൊടുക്കുക. ഇതേപോലെ ഒരു ചെറിയ കർവ് വരച്ച് കൊടുക്കുക. ഇനി ഈ കർവിൻ്റെ ലെന്ത് നമുക്ക് ആം ഹോളിൻ്റെ ലെന്തിൻ്റെ കറക്റ്റാണോ എന്ന് നോക്കാം. അതായത് ടോട്ടൽ നമുക്ക് ആം ഹോൾ വേണ്ടത് 13.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് പോർഷൻ വരുമ്പോഴത്തേക്ക് നമുക്കൊരു 6.25 ഇഞ്ച് കിട്ടും. ഈ 13.5യുടെ ഹാഫ് എടുക്കാം. അപ്പോൾ ഹാഫ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 6.25 കിട്ടും. ഈ 6.25 ഈ കർവ് മൊത്തം ഇങ്ങനെ വെച്ചൊന്ന് അളന്ന് നോക്കണം. ഇങ്ങനെ ഒന്ന് ചരിച്ച് വെച്ച് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് 6.25 അവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ആ ചെസ്റ്റിൻ്റെ അളവ് 7.5 കിട്ടിയില്ലായിരുന്നോ? ആ ഭാഗത്ത് കറക്റ്റായിട്ട് 6.25 കിട്ടണമെന്ന് നോക്കണം. തയ്യൽ തുമ്പ് മാറിയിട്ട് തയ്യൽ തുമ്പ് ഒഴിവാക്കി 6.25 കിട്ടണമെന്ന് നോക്കണം. അപ്പോൾ എൻ്റെ ആം ഹോൾ റൗണ്ട് വരച്ചത് കറക്റ്റാണ്. അപ്പോൾ അടുത്ത് നമുക്ക് ബോഡി മെഷർമെൻറ്റ് വരയ്ക്കാം. അടുത്ത് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് എനിക്ക് വേണ്ടത് 27.5 ചെസ്റ്റ് അല്ല, വേസ്റ്റ്.
വേസ്റ്റ് എനിക്ക് വേണ്ടത് 27.5 ചെസ്റ്റ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. വേസ്റ്റ് നമുക്ക് വേണ്ടത് 27.5 ഇഞ്ചാണ്. അപ്പോൾ 27.5 ഇഞ്ച് നമുക്ക് അതിൻ്റെ 4/1 എടുക്കണം. 4/1 എടുക്കുമ്പോഴത്തേക്ക് കിട്ടുന്നത് 6.75 കഴിഞ്ഞ് ഒരു 7 അടുപ്പിച്ചിട്ട് വരും. അപ്പോൾ ആ ലെന്ത് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഒരു 6.75 ഒരു പോയിൻറ്റും കൂടെ വരുന്നുണ്ട്. അതിനെ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ ആ അളവ് മാർക്ക് ചെയ്യേണ്ട ലെന്ത് നമുക്കൊന്ന് അളന്നെടുക്കാം. അപ്പോൾ നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴോട്ടൊരു 12 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അവിടെയാണ് വേസ്റ്റ് വരുന്നത്. അപ്പോൾ ഒരു 12.5 നമുക്ക് മാർക്ക് ചെയ്യാം. 12.5 വരുന്ന ആ ഭാഗത്ത് നമുക്കൊന്ന് ഈ 7 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ഷോൾഡർ ഇങ്ങനെ പിടിച്ചിട്ട് 12.5 ഇവിടെ വരുന്നു. ഒരു 12-13 ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. ശേഷം നമുക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. 2 ഇഞ്ച് നമ്മളിവിടെ തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹിപ്പാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ചെസ്റ്റും വേസ്റ്റുമായി ഇനി നമുക്ക് ഹിപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഹിപ്പ് എനിക്ക് വേണ്ടത് ടോട്ടൽ 33 ഇഞ്ചാണ്. ഈ 33ൻ്റെ 4/1 എടുക്കണം. ആ 33ൻ്റെ 4/1 എടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു 8.25 കിട്ടുന്നുണ്ട്. ആ 8.25 നമുക്കവിടെ മാർക്ക് ചെയ്യാം. കണ്ടോ, നമുക്ക് ഹിപ്പ് വേണ്ടത് 33 ഇഞ്ച്. ആ 33 ഇഞ്ചിൻ്റെ 4/1 നമുക്ക് 8.25 കിട്ടും. ആ 8.25 മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഹിപ്പിൻ്റെ ലെന്ത് നോക്കണം. ഹിപ്പിൻ്റെ ലെന്ത് നമ്മളിത് ഇവിടെ മാർക്ക് ചെയ്യാണ്. ഷോൾഡറിൽ നിന്ന് നമ്മളൊരു 20 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 20 ഇഞ്ച് നമുക്ക് ഹിപ്പ് മാർക്ക് ചെയ്യാം. ആ 20 ഇഞ്ച് വരുന്ന ഭാഗത്ത് നമുക്കിവിടെ 8.25 ഇഞ്ച് മാർക്ക് ചെയ്ത് 2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൊടുക്കാം. ഇവിടെ 8.25 ഇഞ്ച് വരുന്നു. കറക്റ്റ് 20 വരുന്ന ഭാഗത്താണോ നോക്കുന്നുണ്ട്. ഇനി 2 ഇഞ്ച് തയ്യൽ തുമ്പ്, 2 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് നമുക്ക് ഈ പോയിൻറ്റുകളെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ ചെസ്റ്റിൻ്റെയും ഹിപ്പിൻ്റെയും വേസ്റ്റിൻ്റെയും എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റാണ് ഒന്ന് വരച്ചു കൊടുക്കുന്നത്. ശേഷം തയ്യൽ തുമ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. വരയ്ക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ കൂർത്ത് വരാൻ പാടില്ല. ആ വേസ്റ്റ് വരുന്ന ഭാഗത്ത് ഇതേപോലെ ഒന്ന് ചെറിയൊരു കർവാക്കി കൊടുക്കണം. ഇതേപോലെ ഒന്ന് കർവാക്കുക. ഇനി നമുക്കിത് എ ലൈൻ പോലെ കട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഈ ഹിപ്പ് മാർക്ക് ചെയ്യുന്ന ആ ഭാഗത്ത് നിന്ന് നമുക്ക് എത്രയാണോ ടോട്ടൽ ലെന്ത് വേണ്ടത് ആ ലെന്ത് വരയ്ക്കും ചരിച്ചൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ലെന്ത് മാർക്ക് ചെയ്യാം. ടോപ്പിൻ്റെ ടോട്ടൽ ലെന്ത് നമുക്കിപ്പോൾ വേണ്ടത് 42 ഇഞ്ചാണ്. അപ്പോൾ ആ 42 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. തുണി ഒന്ന് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് പിടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് തുണി ഒന്ന് ലെവൽ ചെയ്ത് പിടിക്കുക. അപ്പോൾ നമുക്ക് ഫുൾ ലെന്ത് 42 ഇഞ്ചൊന്ന് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത് നമുക്ക് ഈ ഹിപ്പിൽ നിന്ന് നമ്മൾ ഈ തുണിയുടെ ലെന്ത് 42 ഇഞ്ച് എവിടെയാണോ മാർക്ക് ചെയ്ത് ആ ഭാഗം വരെ ഒന്ന് ഇതേപോലെ ഒന്ന് ചരിച്ചൊന്ന് വരച്ചു കൊടുക്കാം. എ ലൈൻ ഫ്രോക്ക് ആയതുകൊണ്ട് എ ലൈൻ മോഡലിൽ തയ്ക്കുന്നത് കൊണ്ട് നമുക്ക് തുണിയുടെ ഫുൾ ലെന്ത് ഫുൾ വീതി എടുക്കണം. അപ്പോഴത്തേക്ക് നമുക്കൊന്ന് ഈ ഭാഗത്തും 42 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഭാഗത്ത് 42 ഇഞ്ച് എവിടെയാണോ വരുന്നത് നോക്കാം. ഇതവിടെയാണ് 42 ഇഞ്ച് വരുന്നത്. ഇവിടെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആ എൻഡിൽ നിന്ന് ഈ എൻഡ് വരെ 42 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കുക. വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഹിപ്പ് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് ഈ എൻഡിൽ നമുക്കൊന്ന് ചരിച്ചൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. സ്കെയിലിട്ട് വരയ്ക്കുമ്പോഴത്തേക്കായിരിക്കും കുറച്ചുകൂടെ
ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നത്. ഞാനിവിടെ ടാപ്പ് വെച്ച് വരയ്ക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ സ്കെയിലിട്ടും വരയ്ക്കാം. ഇത് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ഈ ഭാഗത്ത് നമ്മൾ തയ്യൽ തുമ്പ് അങ്ങനെ മാർക്ക് ചെയ്യുന്നില്ല കേട്ടോ. തയ്ച്ച് വരുമ്പോൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്കതിൽ 3 ഇഞ്ച് മുകളിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ തയ്ച്ച് പോവുകയാണെങ്കിൽ സൈഡ് രണ്ടും തൂങ്ങിക്കിടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊരു കർവ് ചെയ്ത് കൊടുത്ത് അങ്ങനെ കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ സൈഡിൽ തൂങ്ങിക്കിടക്കുന്ന അങ്ങ് ഒഴിവാകും. തീരെ കർവ് വേണ്ട, ജസ്റ്റ് ഒരു ചെറിയ കർവ് മതി. ഇനി നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ടോപ്പിൻ്റെ ബാക്ക് പോർഷൻ മെഷർമെൻ്റ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യണ മുമ്പായിട്ട് നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്കൊന്ന് മാർക്ക് ചെയ്യണം. അതൊന്ന് വിട്ടുപോയതാണ്. അപ്പോൾ നെക്കിൻ്റെ ഇറക്കം നമുക്ക് 1/2 ഇഞ്ച് താഴ്ത്തിയാൽ മതിയാവും. വീതി വന്നിട്ട് 3 ഇഞ്ചാണ്. ഈ 3 ഇഞ്ചാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇത് ഇങ്ങനെ ഒന്ന് ഒരു കർവ് വരച്ച് കൊടുക്കുക. അപ്പോൾ കഴുത്തിറക്കം 1/2 ഇഞ്ചും തയ്യൽ തുമ്പ് പോയിട്ടാണ് 1/2 ഇഞ്ച്. ഇപ്പം വെട്ടുന്നത് തയ്യൽ തുമ്പാണ് ഞാൻ വെട്ടി മാറ്റുന്നത്. ഈ തയ്യൽ തുമ്പ് പോയിട്ട് 1/2 ഇഞ്ച് താഴ്ത്തി 3 ഇഞ്ച് വീതിയിൽ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കർവ് ചെയ്ത് വെട്ടിയെടുക്കണം കേട്ടോ. അത് ഞാൻ നേരത്തെ മാർക്ക് ചെയ്യാൻ മറന്നുപോയതാണ്. അപ്പോൾ ബാക്ക് നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ക്ലോത്ത് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. നെക്ക് നമുക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതാ 3 ഇഞ്ചാണ് നെക്ക് വിത്ത് വരുന്നത്. അപ്പോൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ ഷോൾഡർ വേണ്ടത് 7 ഇഞ്ചാണ്. ടോട്ടൽ ഷോൾഡർ 14, അതിൻ്റെ പകുതി വരുമ്പോഴത്തേക്ക് 7 ഇഞ്ച്. ആ 7 ഇഞ്ച് നമുക്കൊന്ന് അളന്ന് നോക്കണം. ഇത് 7 ഇഞ്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ടോട്ടൽ നമുക്ക് 7 ഇഞ്ചാണ് വേണ്ടത്. അതിൽ 3 ഇഞ്ച് ഇങ്ങനെ നെക്ക് വിത്ത് പോകും. അപ്പോൾ ബാലൻസ് എത്രയുണ്ടെന്ന് നോക്കണം. അപ്പോൾ ടോട്ടൽ 7 ഇഞ്ചിൽ 3 ഇഞ്ച് നെക്ക് പോകുമ്പോൾ ബാലൻസ് ഉള്ളത് നമുക്ക് 4 ഇഞ്ചാണ്. കണ്ടില്ലേ, 4 ഇഞ്ചാണ്. ആ 4 ഇഞ്ചിലാണ് നമ്മൾ ബോക്സ് പ്ലേറ്റ് വെക്കേണ്ടത്. നമ്മൾ തംബ്നെയിൽ കണ്ടില്ലേ, അതേപോലെ ഒരു ബോക്സ് പ്ലേറ്റ് വരുന്ന രീതിയിലുള്ള ടോപ്പ് ആയതുകൊണ്ട് ടോട്ടൽ ഷോൾഡർ 7 ഇഞ്ചിൻ്റെ 3 ഇഞ്ച് നെക്ക് പോയതിന് ശേഷം ബാലൻസ് 4 ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ ഒരു ബോക്സ് മടക്കുക. ഇവിടെ ബോക്സ് മടക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്തെ വശത്ത് ബോക്സ് മടക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി, എങ്ങനെയാണ് ബോക്സ് മടക്കുന്നതെന്നും കാണാം. അപ്പോൾ ദാ ഇവിടെയാണ് 7 ഇഞ്ച് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ബോക്സ് കഴിഞ്ഞിട്ടാണോ ആ മാർക്ക് വരുന്നതെന്ന് നോക്കണം. ആ ബോക്സ് കഴിഞ്ഞിട്ടാണ് ആ മാർക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ബോക്സ് മടക്കിയത് കറക്റ്റാണ്. കണ്ടില്ലേ, ബോക്സ് മടക്കിയത് കറക്റ്റാണോ നോക്കിയതിന് ശേഷം നമുക്കവിടെ ഒന്ന് ഒരു പിന്നിട്ട് കൊടുക്കണം. ബോക്സ് നീങ്ങി പോകാതിരിക്കുന്നതിന് നെക്കിൻ്റെ ഭാഗത്തും ഇതേപോലെ ഒന്ന് നോക്കണം കറക്റ്റാണോ എന്നുള്ളത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് പിടിച്ചതിന് ശേഷം നമുക്കൊന്ന് പിന്നിട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് ബോക്സ് വരുന്നത്. ഇവിടെ ഒന്ന് പിന്നി വെച്ച് കൊടുക്കാം. നമുക്കിതുപോലെ ബാക്കിലെ പോർഷനിൽ നമുക്ക് ഇതേപോലെ ഒരു ബോക്സ് പ്ലേറ്റ് ഇട്ട് കൊടുക്കണം. ഇതെങ്ങനെയാണ് ബോക്സ് പ്ലേറ്റ് പിടിക്കുന്നത്. അതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ ഒന്ന് എടുത്തതിന് ശേഷം ആദ്യം മടക്കിയ അതേ ബോക്സിൻ്റെ ആ ലെവലിൽ ഇതുപോലൊന്ന് പിടിച്ചു കൊടുക്കുക.
ഇതാദ്യം ഒരു മടക്കിട്ട് കൊടുക്കുക. ഇത് ആദ്യത്തെ ആ ബോക്സിൻ്റെ ആ നെക്ക് 3 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ബോക്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു മടക്ക് ഇങ്ങോട്ട്, ഇവിടെ നിന്നും ഇത് ഇങ്ങനൊരു മടക്ക് കൊടുക്കുക. ഇത് ഇങ്ങനെയാണ് ബോക്സ് ഇട്ട് കൊടുക്കുന്നത്. 2 വശത്തെ ക്ലോത്തും ഈക്വലാണോ എന്നൊന്ന് നോക്കി ബോക്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കണ്ടില്ലേ, ഇത് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഒരു ബോക്സ് നമ്മളിത് ഇവിടെ ഇട്ടിരിക്കുന്നത് കൊണ്ട് അടുത്ത ബോക്സ് ഇത് ആ അളവ് നോക്കി ഇട്ടാൽ കറക്റ്റായിരിക്കും. ഇത് ഇങ്ങനെ ഒന്ന് അകത്തോട്ടൊന്ന് പിടിച്ച് ഫസ്റ്റ് ഒരു മടക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുക. രണ്ടാമത് ഈ ഒരു മടക്ക് അതേപോലെ ഒന്ന് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് മടക്കി കൊടുക്കുക. ഇത് ഇങ്ങനെയൊന്ന് കറക്റ്റായി പിടിച്ചതിന് ശേഷം താഴോട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് ഒരു പിൻ അവിടെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു പിന്നൊന്ന് കുത്തി കൊടുക്കാം. അവിടെ നമുക്ക് അളവുകളെല്ലാം ഒന്നുകൂടെ കറക്റ്റാണോ നോക്കാം. 3 ഇഞ്ച് നെക്ക് ഉണ്ടോ നോക്കുന്നു. കറക്റ്റ് 3 ഇഞ്ച് നെക്ക് വരുന്നു. അവിടെ നിന്നാണ് ബോക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ബോക്സിൻ്റെ എൻഡ് വരുന്നിടത്ത് 7 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷോൾഡർ കറക്റ്റാണ്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ വെച്ച് ആം ഹോളൊക്കെ ഒന്ന് വരച്ച് കട്ട് ചെയ്യാം. ഇതേപോലെ ഒന്ന് പിടിച്ച് മറിച്ച് വെച്ചതിന് ശേഷം ഈ അകഭാഗത്തുള്ള ബോക്സ് ഒന്ന് കറക്റ്റായിട്ടൊന്ന് മടക്കി കൊടുക്കുക. കണ്ടില്ലേ, അകഭാഗത്ത് ഇതേപോലെ ഒന്ന് ബോക്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അറേഞ്ച് ചെയ്ത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം വേണം നമ്മൾ ആം ഹോൾ വരയ്ക്കാനല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മെഷർമെൻറ്റ് മൊത്തം തെറ്റിപ്പോവും. അപ്പോൾ ആദ്യം അകത്തെ ബോക്സ് ഒന്ന് ക്ലിയർ ചെയ്യുക. അതൊന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം മുകളിലത്തെ ബോക്സ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് മടക്കി വയ്ക്കുക. ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ബാക്ക് പോർഷൻ ഒന്ന് അതിൻ്റെ മുകളിലിട്ട് ആം ഹോളൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുക. ഇതേപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. കറക്റ്റായി പിടിച്ച് ആം ഹോളൊന്ന് വരയ്ക്കുക. നെക്കൊന്ന് മാർക്ക് ചെയ്യുക. ഇതുപോലെ ബോഡി ഒന്ന് വരച്ച് വിടുക. വരച്ച് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്യാനുണ്ട്. ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ആം ഹോളൊന്ന് ഞാനൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത് നെക്ക് വിത്ത് വന്നിട്ട് നമുക്ക് 3 ഇഞ്ചും നെക്ക് ലെന്ത് വന്ന് 6 ഇഞ്ചുമാണ് വേണ്ടത്. അപ്പോൾ നെക്ക് വിത്ത് 3 ഇഞ്ച് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നുണ്ട്. ഈ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട അവിടെ നിന്നാണ് നമുക്കിനി 6 ഇഞ്ച് നെക്ക് ലെന്ത് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ പിന്നൊന്ന് ഞാൻ കറക്റ്റായി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഇളകി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ ഇരിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നെക്ക് ലെന്ത് നോക്കാം. അപ്പോൾ നെക്ക് ലെന്ത് ഈ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം അവിടെ നിന്നാണ് 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. തയ്യൽ തുമ്പിന് ശേഷം 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് 6 ഇഞ്ച് വരുന്നത്. ഇനി ആ 3 ഇഞ്ച് നെക്ക് വിത്ത് കൊടുത്തില്ലായിരുന്നോ, അവിടെ നിന്ന് ഈ 6 ഇഞ്ചിലോട്ട് ഈ ഭാഗത്തോട്ട് ചരിച്ചൊന്ന് വരയ്ക്കാം. വി ഷേപ്പിന് ചരിച്ച് വരയ്ക്കാം. അപ്പോൾ അതിനായിട്ട് താഴെ 1 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യണം. ആ 1 ഇഞ്ച് ഇപ്പം നമ്മൾ തുണി 2ആയിട്ട് മടക്കിയിരിക്കുന്നത് കൊണ്ട് 1/2 ഇഞ്ച് വിട്ടാൽ മതി. അപ്പുറത്തെ വശം 1/2 ഇഞ്ച് ആകുമ്പോഴത്തേക്ക് ഈക്വൽ 1 ഇഞ്ച് കിട്ടും. അപ്പോൾ നമുക്കിവിടെ 1/2 ഇഞ്ചാണ് വീതി കൊടുക്കേണ്ടത്. നെക്കിൻ്റെ വീതി താഴത്തെ വീതി 1 ഇഞ്ച്.
അപ്പോൾ മുകളിൽ നിന്ന് ഈ 1/2 ഇഞ്ചിലോട്ട് ഒരു ചരിച്ചൊരു ലൈൻ കൊടുക്കാം, ഒരു വി ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇത് ഇങ്ങനൊരു വി ഷേപ്പ് വരച്ചു കൊടുക്കാം. അപ്പോൾ മുകളിലെ നെക്ക് വിത്ത് 3 ഇഞ്ചും താഴെ നെക്ക് വിത്ത് 1/2 ഇഞ്ചുമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും മുകളിലെ നെക്ക് വിത്ത് ടോട്ടൽ 6 ഇഞ്ചും താഴെ നെക്ക് വിത്ത് 1 ഇഞ്ചും കിട്ടും. 1/2 ഇഞ്ചും അപ്പുറത്ത് 1/2 ഇഞ്ചും കൂടെ 1 ഇഞ്ച്. മനസ്സിലായോ? ഇത് 6 ഇഞ്ച്, ഇവിടെ 6 ഇഞ്ച്. അടുത്ത് ഫുൾ ലെന്ത് ഇവിടെ നമുക്ക് 42 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ബാക്ക് പീസ് ഒന്ന് മുകളിൽ വെച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സൈഡിൽ ആ കർവില്ലേ, ആ കർവ് കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ 2 തുണി വരയ്ക്കുന്ന ചെറിയൊരു വ്യത്യാസം വരും. അപ്പോൾ ഈ ബാക്ക് പോർഷൻ ഒന്ന് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ലെന്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഈ വശം ഇങ്ങനെ പിടിച്ച് നമ്മൾ ആ കർവ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ബോഡി ഒന്ന് വരച്ചിട്ട് താഴെ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ബാക്ക് പോർഷൻ വരച്ചതുപോലെ വരച്ച് ഒന്നുകൂടെ ലെന്ത് കറക്റ്റാണോ എന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് 42 ഇഞ്ച് കിട്ടി. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബോക്സ് ഒന്നും കട്ട് ചെയ്ത് പോവാതെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് പെറ്റൽ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ന്യൂസ് പേപ്പറിൽ അതൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫെയർ ആയിട്ട് നമുക്ക് ക്ലോത്തിൽ കട്ട് ചെയ്യാം. അപ്പോൾ മൊത്തം നമുക്ക് 8 ലെയേഴ്സാണ് വേണ്ടത്. അതായത് ഒരു കയ്യിൽ 2 ലെയർ വെച്ചിട്ട് ഒരു കയ്യിൽ തന്നെ 4 ലെയർ വേണം. 2 ലെയറിന് അഡീഷണൽ ലൈനിങ് തുണിക്ക് പകരം നമ്മൾ ഒറിജിനൽ ക്ലോത്ത് തന്നെയാണ് വെക്കുന്നത്. അങ്ങനെ ഒരു കയ്യിൽ 4 ലെയർ വെച്ചിട്ട് 8 ലെയർ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടി നമുക്ക് നോർമൽ സ്ലീവിൻ്റെ സൈസ് ഒന്ന് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് മൊത്തം ടോട്ടൽ സ്ലീവ് വേണ്ടത് ആം ഹോൾ റൗണ്ട് വേണ്ടത് 13.5 ഇഞ്ചാണ്. അപ്പോൾ അതെങ്ങനെ കിട്ടുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഷോൾഡർ നമ്മൾ 7 ഇഞ്ചല്ലേ മാർക്ക് ചെയ്തത്, 14ൻ്റെ പകുതി 7 ഇഞ്ച്. ആ 7ൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 6 ഇഞ്ച് നമുക്കിവിടെ വരയ്ക്കാം. ഇത് 6 ഇഞ്ച് കറക്റ്റായി വെച്ച് നമ്മളൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ടോട്ടൽ ഷോൾഡർ 14ൻ്റെ ഹാഫ് 7 ഇഞ്ച് നമ്മൾ ക്ലോത്തിൽ വരച്ചു. ആ 7 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് നമ്മൾ 6 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി അടുത്ത് അങ്ങനെ 7 ഇഞ്ച് എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായില്ലേ? പേപ്പർ ഉണ്ടായിട്ട് മടക്കിയത് കൊണ്ടാണ്. ആ 7 ഇഞ്ച് 14ൻ്റെ പകുതി 7 ഇഞ്ച്, ആ 7 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 6 ഇഞ്ച് നമ്മളിവിടെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് വേണ്ടത് കൈയുടെ ഈ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അളവാണ്. അപ്പോൾ ഇവിടെ ഈ 6 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ 6 ഇഞ്ച് കറക്റ്റായി മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നമുക്കൊരു താഴോട്ട് എത്ര ഇഞ്ചാണെന്ന് നോക്കാം. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ ചെസ്റ്റ് എന്ന് പറയുന്നത് 30 ഇഞ്ചല്ലേ, ആ 30 ഇഞ്ചിൻ്റെ 12 എടുക്കണം. 30 ഇഞ്ചിൻ്റെ 12 എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 2.5 കിട്ടും, 2.5 കിട്ടും. അതായത് 30 ÷ 12 എടുക്കുമ്പോഴത്തേക്ക്
നമുക്ക് 2.5 കിട്ടും. ഈ 2.5നെ നമ്മൾ 3ആയിട്ട് റൗണ്ട് ചെയ്യുന്നുണ്ട്. ഈ 3ആയിട്ട് റൗണ്ട് ചെയ്ത് ഈ 3 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. കണ്ടില്ലേ? അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് അളവ് എത്രയാണോ അതിൽ നിന്ന് 12 ഇഞ്ച് ഡിവൈഡ് ചെയ്യണം. അതായത് 36 36 ഡിവൈഡഡ് ബൈ 12 എത്രയാണ് കിട്ടുന്നത് അത് അവിടെ മാർക്ക് ചെയ്യുക. 38 അതേ ഡിവൈഡഡ് ബൈ 12 മാർക്ക് ചെയ്തിട്ട് അത് അവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഏതാണ് നിങ്ങളുടെ ചെസ്റ്റ് അളവ് അതിൻ്റെ 12 എടുത്ത് അതാണ് അവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അങ്ങോട്ടൊരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് വന്നില്ലേ, അതായത് 30 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ ഈ 30 ഡിവൈഡഡ് 12ൻ്റെ ഈ 3 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത്. അപ്പോൾ ആ 3 ഇഞ്ചിൽ നിന്ന് നമ്മൾ ക്രോസ് ആയിട്ടൊരു ലൈൻ വരയ്ക്കണം. ഇതേപോലെ ഇവിടെ നിന്ന് ഇവിടെ ഇങ്ങോട്ട് ക്രോസ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. ഇത് നമുക്ക് ആം ഹോളിൻ്റെ ആ ഷേപ്പ് വരയ്ക്കാനാണ് ഈ അളവുകളൊക്കെ എടുക്കുന്നത്. ആദ്യത്തെ ലൈൻ ഷോൾഡറിൽ നിന്ന്, അതായത് 7 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 6 ഇഞ്ച് എടുത്തു. അടുത്ത് ഷേപ്പ് വരയ്ക്കാനായിട്ട് ചെസ്റ്റിൻ്റെ 12 എടുത്ത് താഴെ ഒരു ലൈൻ വരച്ചു. ഈ 2 ലൈനിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു ക്രോസ് ലൈൻ വരയ്ക്കുക. ഇനി ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. അതിനായിട്ട് ടാപ്പ് ഇങ്ങനെ ഒന്ന് പിടിച്ചതിന് ശേഷം ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. അപ്പോൾ അവിടെ ക്രോസ് ആയിട്ട് നമുക്കൊരു 7 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ടാപ്പ് ഇങ്ങനെ മടക്കുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ സെൻറ്റർ ഇവിടെ കിട്ടി. അടുത്ത് ഇവിടുത്തെ രണ്ടിൻ്റെയും സെൻറ്റർ നമുക്ക് നോക്കണം. അതിനും ഇതേപോലെ ടാപ്പ് ഇവിടെ ഇങ്ങനെ പിടിച്ച് ഇതേപോലെ ഒന്ന് മടക്കുക. അല്ലെങ്കിൽ ഇവിടെ പിടിച്ച് ഈ വശത്തിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെയും മടക്കാം. ഏത് വശത്തിൽ നിന്ന് മടക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ സെൻറ്റർ കിട്ടി. ഇനി ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. ഇതേപോലെ ടാപ്പ് ഒന്ന് വെച്ച് ഇതുപോലെ ഒന്ന് മടക്കി അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. അങ്ങനെ നമുക്ക് ടോട്ടൽ 3 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ വരയ്ക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് നമ്മൾ കറക്റ്റായിട്ടൊന്ന് 1 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ കർവ് ചെയ്ത് കൊടുക്കാനായിട്ട്. സ്റ്റാർട്ടിൽ നിന്ന് നമ്മൾ കർവ് ചെയ്ത് വരയ്ക്കാനുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൂർത്ത് കിട്ടും, നല്ല ഷേപ്പ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ വിട്ടിട്ട് നമുക്കൊന്ന് കർവ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് വരച്ച പേപ്പർ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു, കാരണം അതിൻ്റെ അടിഭാഗം ഒന്ന് കീറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു സ്ലീവ് ഫുള്ളായിട്ട് വേണം. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പേപ്പർ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ നേരത്തെ നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ല ആ മെഷർമെൻ്റ് എല്ലാം വീണ്ടും ഞാൻ വരയ്ക്കുകയാണേ. അപ്പോൾ ഇതിൻ്റെ എല്ലാ സെൻറ്ററും ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യത്തെ മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് മുകളിലോട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ ലൈനിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതനുസരിച്ചാണ് നമുക്ക് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് തുടക്കത്തിൽ ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ ഒന്ന് മാറ്റി ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുക. ഈ സെൻറ്ററിൽ മുട്ടിച്ചിട്ട് താഴോട്ട് 1/4 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ കൂടെ ഇങ്ങനെ പോയി ഒന്ന് മുട്ടിക്കുക. മുകളിൽ 1/2 ഇഞ്ചും താഴെ 1/4 ഇഞ്ചുമാണ് കൊടുക്കേണ്ടത്. ഈ സ്ലീവ് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം നമുക്കിതൊന്ന് അളന്ന് നോക്കാം. മൊത്തം 13.5 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 13.5 അല്ല, 6.25, 13.5യുടെ ഹാഫ്. ഇതേപോലെ ഒന്ന് ടാപ്പ് ഇതേപോലെ ഒന്ന് കറക്കി കറക്റ്റ് 6.25 കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തയ്യൽ തുമ്പില്ലാതെയാണ് നമുക്ക് സ്ലീവ് കിട്ടിയിരിക്കുന്നത്. കറക്റ്റ് നമ്മുടെ ആം ഹോളിൽ റൗണ്ട് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലോത്തിൽ എത്രയാണോ തയ്യൽ തുമ്പ് വിട്ടത് ആ അളവ് ഇവിടെയും തയ്യൽ തുമ്പ് ഇടണം. അപ്പോൾ ക്ലോത്തിൽ നമ്മൾ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തത്, അതുകൊണ്ട് ഇവിടെയും 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ലീവിൻ്റെ ആം ഹോൾ റൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഇറക്കം എത്രയാണെന്ന് നോക്കാം. നമുക്ക് സ്ലീവ് ഞാൻ ടോട്ടൽ 4 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ഇറക്കമൊന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. 4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. പെറ്റൽ സ്ലീവ് ആയതുകൊണ്ട് ചെറിയ സ്ലീവ് ഇറക്കം മതി. അപ്പോഴത്തേക്കും നമ്മൾ 4 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത് നമുക്ക് കൈയുടെ വണ്ണം
9 ഇഞ്ചാണ്. അപ്പോൾ 9ൻ്റെ പകുതി നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പം 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. കൈവണ്ണം 4.5, 2 ഇഞ്ച് തയ്യൽ തുമ്പ്, 2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഇതിങ്ങനെ ചരിച്ച് വരയ്ക്കുന്നു. കണ്ടില്ലേ? അത്രയും ചരിവ് വരും കേട്ടോ. കുഞ്ഞ് കൈ ആയതുകൊണ്ട് ആ ഒരു ചരിവ് വരും. കണ്ടില്ലേ? 4.5 ഇഞ്ച് കൈ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് ആ കർവ് വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു സ്ലീവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പെറ്റൽ സ്ലീവിൻ്റെ ഡിസൈൻ വരയ്ക്കാം. ആ പെറ്റൽ സ്ലീവ് എങ്ങനെയാണ് വരുന്നത്, അപ്പോൾ ആ ഒരു ഷേപ്പ് ഒന്ന് ഇതിൽ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഈ അളവുകൾ വരുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു വശം എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇതിനൊന്ന് മടക്കി നോക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഈ പേപ്പറിൻ്റെ സെൻറ്റർ നമുക്ക് കിട്ടി. ഈ സ്ലീവിൻ്റെ സെൻറ്റർ കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ ഷേപ്പ് വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. 3 ഇഞ്ചോ 2 ഇഞ്ചോ മാർക്ക് ചെയ്യാം. 2 ഇഞ്ചിൽ കുറയാൻ പാടില്ല. 2.5 ഇഞ്ച് മുതലൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കറക്കി ഒരു 3 ഇഞ്ച് നമ്മളത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നിവർത്തി വെച്ചിട്ട് ഈ 3 ഇഞ്ചിനെ ഒന്നുകൂടെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഷേപ്പ് വരയ്ക്കാം. താഴെ നിന്ന് ഇത് റഫായിട്ട് ഇടുന്നത് ഇങ്ങനെ ഒന്ന് മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി വരണം. ഇവിടെ ചെറിയൊരു സ്ലോപ്പ് കൊടുത്ത് ഇങ്ങനെ ചെറിയൊരു കർവ് വരും. കണ്ടില്ലേ? ഒരു മീനിൻ്റെ ഷേപ്പ് പോലെയൊക്കെ കിട്ടും. ഇതാ ഇങ്ങനെ വരും. നമുക്ക് കുറച്ചുകൂടെ കർവ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. പിന്നെ ഇത് കുറച്ചുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്യുന്നു. കുറച്ച് കൈയിറക്കം കുറച്ചുകൂടെ കുറയ്ക്കുന്നുണ്ട് കേട്ടോ. 1/2 ഇഞ്ച് കുറച്ചുകൂടെ മുകളിൽ കൊടുത്ത് ഇത് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് നമുക്കിത് ഇങ്ങനൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ ഷേപ്പ് നമ്മൾ വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കർവ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ചുകൂടെ ഒന്ന് കർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ 4 എണ്ണം ഒരു സൈഡ് വേണം. അങ്ങനെ 8 എണ്ണം നമുക്ക് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരേ ഷേപ്പിൽ 2 എണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ വരാൻ കണക്കിന് 2 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതാ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ഇതേപോലത്തെ 2 എണ്ണവും അതേപോലത്തെ ഈ സൈഡുള്ള 2 എണ്ണവും വെച്ച് വെട്ടണം. അപ്പോൾ ഈ സൈഡ് മൊത്തം 4 പീസും ആ സൈഡ് 4 പീസും, അങ്ങനെ 8 പീസ് കട്ട് ചെയ്തെടുക്കണം. തിരിഞ്ഞു പോകരുത് കേട്ടോ. ഇതിങ്ങനെ തിരിച്ചതാ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഈ ഒരു ഈ പോർഷൻ 4 എണ്ണവും അടിയിലിരിക്കുന്ന പോർഷൻ 4 എണ്ണവും അങ്ങനെ വേണം വെട്ടാൻ. അങ്ങനെ 8 എണ്ണം വെട്ടിയെടുക്കണം. അപ്പോൾ ഇതേപോലെ 8 എണ്ണം ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ ക്ലോത്തിൽ വെട്ടുമ്പോഴത്തേക്കും ഇതുപോലെ തയ്യൽ തുമ്പിട്ടാണ് വെട്ടിയെടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ റഫായിട്ടാണ് തയ്യൽ തുമ്പിട്ട് വെട്ടിയെടുക്കുന്നത്. നമുക്ക് തയ്ക്കാൻ നേരത്ത് ഈ ഷേപ്പിൽ തയ്ച്ചിട്ട് എക്സസ് ആയിട്ടുള്ളത് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ മെയിൻ ക്ലോത്തിൽ ഒരു ഷേപ്പില്ലാതൊക്കെയാണ് ഇരിക്കുന്നത്. നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേക്ക് കറക്റ്റ് ഷേപ്പിൽ കട്ട് എടുത്താൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടാം കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല ലെന്തായി. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ടാറ്റാ.